കർത്താവിന് സ്തോത്രം. ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 10-ാം അധ്യായത്തിന്റെ 9 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. ഫസ്റ്റ് ക്രോണിക്കിൾസ് ചാപ്റ്റർ 10 വേഴ്സസ് 9 ഫോളോയിങ്. അവർ അവന്റെ വസ്ത്രാദികൾ ഉരിഞ്ഞ് അവന്റെ തലയും ആയുധവർഗവും എടുത്ത് തങ്ങളുടെ വിഗ്രഹക്ഷേത്രങ്ങളിലും ജനത്തിന്റെ ഇടയിലും വർത്തമാനം അറിയിക്കേണ്ടെന്ന് ഫെലിസ്ത്യ ദേശത്തെല്ലായിടവും ആറയിച്ചു. അവന്റെ ആയുധവർഗം അവർ തങ്ങളുടെ ദേവന്റെ ക്ഷേത്രത്തിൽ വെച്ചു. അവന്റെ തലയെ ദാവോന്റെ ക്ഷേത്രത്തിലും തറച്ചു. ഫെലിസ്ത്യർ ശൗലിനോട് ചെയ്തതൊക്കെയും ഗിലെയാദിലെ യാബേശ് മുഴുവനും കേട്ടപ്പോൾ ശൂരന്മാരെല്ലാവരും പുറപ്പെട്ട് ശൗലിന്റെ ശവവും അവന്റെ പുത്രന്മാരുടെ ശവങ്ങളും എടുത്ത് യാബേശിലേക്ക് കൊണ്ടുവന്ന് അവരുടെ അസ്ഥികളെ യാബേശിലെ കരുവേലകത്തിന്റെ കുഴിച്ചിട്ട് 7 ദിവസം ഉപവസിച്ചു. ഇങ്ങനെ ശൗൽ യഹോവയോട് ചെയ്ത അതിക്രമം ഹേതുവായും യഹോവയുടെ വചനം പ്രമാണിക്കായിയാലും വെളിച്ചപ്പാടത്തോടെ അരുളപ്പാട് ചോദിച്ചതിനാലും മരിക്കേണ്ടി വന്നു. അവൻ യഹോവയോട് അരുളപ്പാട് ചോദിക്കായിയാൽ അവൻ അവനെ കൊന്ന് രാജ്യത്വം ഇശ്ശായിയുടെ മകനായ ദാവീദിന് കൊടുത്തു. കർത്താവിന് സ്തോത്രം. ഇങ്ങനെ ശൗൽ യഹോവയോട് ചെയ്ത അതിക്രമം ഹേതുവായും യഹോവയുടെ വചനം പ്രമാണിക്കായികയാലും വെളിച്ചപ്പാടത്തിയോട് അരുളപ്പാട് ചോദിച്ചതിനാലും മരിക്കേണ്ടി വന്നു. അവൻ യഹോവയോട് അരുളപ്പാട് ചോദിക്കായികയാൽ അവൻ അവനെ കൊന്ന് രാജ്യത്വം ഇശ്ശായിയുടെ മകനായ ദാവീദിന് കൊടുത്തു. കർത്താവിന് സ്തോത്രം. വിശുദ്ധന്മാരുടെ തകർച്ച എനിക്ക് പഠിക്കാൻ ആഗ്രഹമുള്ള ഒരു വിഷയമാണ്. അത് വേദപുസ്തകത്തിലെ വിശുദ്ധന്മാരുടെ തകർച്ചയും ഇന്ന് എന്റെയും നിങ്ങളുടെയും ജീവിതകാലത്ത് ജീവിക്കുന്ന വിശുദ്ധന്മാരുടെ തകർച്ചയും, ഇത് രണ്ടും പഠിക്കാനായിട്ട് എനിക്ക് വലിയ താല്പര്യമാണ്. ഇത് പഠിക്കാൻ ഈ ലോകത്തിൽ പലർക്കും താല്പര്യമുണ്ട്. പലർക്കും പഠിക്കാനുള്ള താല്പര്യം പലതാണ്. വിശുദ്ധന്മാരുടെ തകർച്ചയെ കുറിച്ച് പറഞ്ഞ് രസിക്കുന്നവര് ദൈവമക്കൾ എന്ന് പറയുന്നവരുടെ കൂട്ടത്തിൽ ഒത്തിരി ഉണ്ട്. മറ്റുള്ളവരുടെ കുഴപ്പങ്ങളും തകർച്ചകളും പറഞ്ഞ് അതിൽ സന്തോഷം കണ്ടെത്തുന്നവരുണ്ട്. സോ ദൈവമക്കളാരും അതിൽ സന്തോഷം കണ്ടെത്തുന്നവരാകരുത്. ആ കൂട്ടത്തിൽ ചേരുകയും ചെയ്യരുത്. അതിൽ നിന്ന് മാറിയിരിക്കണമെന്ന് ദൈവത്തിന്റെ പ്രമാണം നമ്മോട് പറയും. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് നമ്മോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. സോറി, ഞാൻ അറിഞ്ഞില്ല അച്ഛനും കർത്താവിന് സ്തോത്രം. പ്രിയ കുശി സാറിന്റെ മൂത്ത മകൾ ജോയിമോൾ വന്നതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവിന് സ്തോത്രം. ഞാൻ ആ സ്ഥാപനത്തിൽ 19 വർഷം പഠിപ്പിക്കുകയും പിന്നെ 4 വർഷം അവിടെ പഠിക്കുകയും ചെയ്തതാണ്. എൻ്റെ സ്വന്തം നാട്ടിൽ താമസിച്ചതിനേക്കാൾ കൂടുതൽ സമയങ്ങൾ ഞാൻ അവിടെയാണ് ചെലവഴിച്ചത്. കർത്താവിന് സ്തോത്രം. ഇന്ന് ഒരുമിച്ചായിരിക്കുന്നതിൽ കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം. അപ്പോൾ പൗലോസ് കൊരിന്ത്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നതായ കാര്യം, ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. പിന്നെ ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി. അപ്പോൾ രണ്ടും നമുക്ക് എടുക്കാനുള്ള, ഒന്ന് ഒരു ദൃഷ്ടാന്തമായി നമ്മൾ എടുക്കണം, 2 ബുദ്ധി ഉപദേശമായി നമ്മൾ എടുക്കണം. അപ്പോൾ വിശുദ്ധന്മാര് അല്ലെ അഭിഷക്തന്മാര് വീണതിൽ നിന്ന് വീഴാതിരിക്കാൻ പഠിക്കേണ്ട കുറെ കാര്യങ്ങൾ പഠിക്കണം. പിന്നെ ബുദ്ധി ഉപദേശമായി കുറെ കാര്യങ്ങൾ ഗ്രഹിക്കണം. ഒരിക്കലും ഒരുവന്റെ വീഴ്ച കണ്ട് പറഞ്ഞു രസിക്കാനോ സന്തോഷിക്കാനോ ഉള്ളതല്ല. വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു അത് വിലപിക്കാനുള്ള ഒരു കാരണമാണ്. ഒരുവന്റെ വീഴ്ച നമുക്കൊരു വിലാപമാണ് നൽകേണ്ടത്. ദാവീദ് അടുത്ത അധ്യായങ്ങളിൽ നമ്മൾ വായിക്കുന്നത്, അവൻ വിലാപം കഴിച്ചു. എന്തിനു വേണ്ടി? ശൗലും തന്റെ പുത്രന്മാരും പട്ടുപോയതിൽ വിലാപം കഴിച്ചു. എന്നിട്ട് ആ വിലാപത്തിനകത്ത് പറയുന്ന വാക്കുകളുണ്ട്. ഗത്തിൽ അത് പ്രസിദ്ധമാക്കി
അസ്കലോനും ഇതെല്ലാം ഫെലിസ്ത്യരുടെ 5 പട്ടണങ്ങളിലെ പ്രധാനപ്പെട്ട പട്ടണങ്ങളാണ്. അപ്പോൾ ശത്രുവിന്റെ നാട്ടിൽ അറിയരുത്. അതുകൊണ്ട് വിശുദ്ധന്മാര് അത് കേട്ട് വിലപിക്കുന്നു, കരയുന്നു. എന്നാൽ കരഞ്ഞാൽ മാത്രം പോരാ, അതിൽ നിന്ന് പഠിക്കേണ്ട കാര്യങ്ങൾ ദൃഷ്ടാന്തമുണ്ട്. എനിക്ക് അറിയേണ്ട ദൃഷ്ടാന്തങ്ങളുണ്ട്. ഞാൻ അതിൽ നിന്ന് പഠിക്കേണ്ട ബുദ്ധി ഉപദേശമുണ്ട്. സ്തോത്രം. അപ്പോൾ ജീവിതത്തിൽ യേശുക്രിസ്തു പഠിപ്പിച്ചത്, അപ്പോസ്തലന്മാർ പഠിപ്പിച്ച ഇതെല്ലാം ഉപദേശമാണ്. എന്നാൽ അതുപോലെ പഠിക്കേണ്ടതാണ് ബുദ്ധി ഉപദേശം. കർത്താവിന് സ്തോത്രം. അത് പഠിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഈ ശൗൽ എന്ന് പറയുന്ന ഈ മനുഷ്യന്റെ ജീവിതത്തിൽ നിന്നും നമ്മൾ കുറച്ച് ബുദ്ധി ഉപദേശം പഠിക്കേണ്ടതുണ്ട്. അത് പഠിക്കേണ്ടതുണ്ടെന്ന് പറയാനുള്ള കാരണം, സ്വർഗത്തിലെ ദൈവം ഈ മനുഷ്യന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ദൈവം ചെയ്തത് അതുകൊണ്ടാണ്. അതിന്റെ 10-ാം അധ്യായം 1 ശമൂവേൽ 10-ാം അധ്യായത്തിന്റെ 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചാണ്. 1 Samuel 10 verses 6 to 9. യഹോവയുടെ ആത്മാവ് ശക്തിയോടെ നിന്റെ മേൽ വന്നിട്ട് നീയും അവരോടുകൂടെ പ്രവചിക്കുകയും ആൾമാറിയതുപോലെ ആയിത്തീരുകയും ചെയ്യും. ഈ അടയാളങ്ങൾ നിനക്ക് സംഭവിക്കുമ്പോൾ യുക്തമെന്ന് തോന്നുന്നത് ചെയ്യുക. ഒന്നാമത്തെ കാര്യം, യഹോവയുടെ ആത്മാവ് നിന്റെ മേൽ വരുമ്പോൾ നീ ആളുമാറിയവനാകും. കർത്താവിന് സ്തോത്രം. പെന്തക്കോസ്തുകാരെല്ലാം അത് സൂക്ഷിച്ച് എടുക്കേണ്ട ഒരു കാര്യമാണ്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ ആള് മാറിയവരാകും. നീ ആള് മാറിയവനാകും. എന്നിട്ട് ബാക്കി ഇവിടെ പിന്നെ ഈ അടയാളം നിനക്ക് സംഭവിക്കുമ്പോൾ യുക്തമെന്ന് തോന്നുന്നത് ചെയ്യുക. ദൈവം നിന്നോട് കൂടെ ഉണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കണം. ഈ അടയാളങ്ങൾ സംഭവിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യമായി വരികയും ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മേൽ പ്രവഹിക്കുകയും നിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് പ്രവഹിച്ച് നീ ഒരു പുതിയ മനുഷ്യനായി തീരുകയും ചെയ്തു കഴിയുമ്പോൾ പിന്നെ നിനക്ക് കഴിയുന്ന ഒരു കാര്യമാണ് എന്ത്? യുക്തമായി എന്ന് പറയുന്നത് നിന്റെ അകത്ത് പിന്നെ വരുന്ന താല്പര്യം ദൈവത്തിന്റെ സന്നിധിയിൽ പ്രസാദകരമായ ഒരു താല്പര്യമാണ് വരുന്നത്. അതുവരെ അത് വരുന്നില്ല. നീ ആള് മാറിയവനായി കഴിയുമ്പോൾ നിനക്ക് പിന്നെ ആലോചിക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ നിനക്ക് യുക്തമായത് നിന്റെ അകത്ത് വരും. എന്നിട്ട് എന്നാൽ നീ എനിക്ക് മുമ്പേ ഗിൽഗാലിലേക്ക് പോകണം. ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും കഴിപ്പാൻ ഞാൻ നിന്റെ അടുക്കൽ വരും. ഞാൻ നിന്റെ അടുക്കൽ വന്ന് നീ ചെയ്യേണ്ടത് എന്തെന്ന് പറഞ്ഞു തരുവോളം 7 ദിവസം അവിടെ കാത്തിരിക്കണം. ഇങ്ങനെ അവൻ ശമൂവേലിനെ വിട്ടുപിരിഞ്ഞപ്പോൾ ദൈവം അവന് വേറൊരു ഹൃദയം കൊടുത്തു. രണ്ടാമത്തെ കാര്യം, ദൈവം അവന് വേറെ ഒരു ഹൃദയം കൊടുത്തു. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ശൗല് പഴയ ആളല്ല, അവൻ വേറെ ഒരു മനുഷ്യനാണ്. അവൻ വേറെ ഒരു ഹൃദയമുള്ളവനാണ്. വേറെ ഒരു മനുഷ്യൻ, വേറെ ഒരു ഹൃദയം. കർത്താവിന് സ്തോത്രം. അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ ദൈവം ചെയ്തിട്ടാണ് പറഞ്ഞത്, നീ പോവുക, നീ യുക്തമായത് ചെയ്യുക, നീ പ്രവർത്തിക്കേണ്ട രീതിയിൽ പ്രവർത്തിക്കുക. അപ്പോൾ അതിന് ജീവിതത്തിൽ വേണ്ട ഫൗണ്ടേഷൻസ് നന്നായിട്ട് ദൈവം ഇട്ട് കൊടുത്തിട്ടാണ് ഈ മനുഷ്യനെ മുന്നോട്ട് അയച്ചത്. എന്നാൽ ഈ മനുഷ്യനെ ദൈവം മുന്നോട്ട് അയച്ചിട്ട് ജീവിതത്തിന്റെ മുന്നേറ്റത്തിൽ, അഭിവൃദ്ധിയിൽ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ ജീവിതത്തിൽ സൂക്ഷിക്കാൻ കഴിഞ്ഞില്ല. കർത്താവിന് സ്തോത്രം. അവിടെയാണ് ഈ മനുഷ്യൻ പരാജയപ്പെട്ടു പോയത്. ഒന്നിനു പിന്നാലെ ഒന്നായി അവൻ പല കാര്യങ്ങളിൽ പരാജയപ്പെട്ടു പോയി. കർത്താവിന് സ്തോത്രം. 13-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ വെച്ച് ഒരു പരാജയം അവിടെ എഴുതിയിട്ടുണ്ട്. അവൻ അപ്പോൾ ശൗൽ ഹോമയാഗവും സമാധാനയാഗവും ഇവിടെ എന്റെ അടുക്കൽ കൊണ്ടുവരുവീനെന്ന് കൽപ്പിച്ചു. അവൻ തന്നെ ഹോമയാഗം കഴിച്ചു. കർത്താവിന് സ്തോത്രം. ഹോമയാഗം കഴിച്ചു തീർന്ന ഉടനെ ഇതാ ശമൂവേൽ വരുന്നു. 13-ന്റെ 9 വായിച്ചു. യെസ്. അപ്പോൾ ഒന്നാമത്തെ ഒരു പ്രശ്നം അവിടെ പറഞ്ഞേക്കുന്നത്, കാത്തിരിക്കാൻ അവന് കഴിയുന്നില്ല. സെൽഫ് വിൽ, അവന്റെ സ്വയം തീരുമാന പ്രകാരം അവൻ കാര്യങ്ങളെ ചെയ്യാനായിട്ട് തുടങ്ങി. അവൻ ഹോമയാഗം കഴിച്ചു. കർത്താവിന് സ്തോത്രം. അവനുള്ളതല്ലത്. ദൈവം പ്രത്യേകം നിയോഗിക്കപ്പെട്ടവർക്ക് മാത്രമുള്ളതാണ്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. 15-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിലും ഇതേപോലെ ഒരു പ്രശ്നമുണ്ടായി.
ആഗാഗിനെയും ആട്, മാട്, തടിച്ച മൃഗം എന്നിവയിൽ മേത്തരമായവയെയും കുഞ്ഞാടുകളെയും ഉത്തമമായവയൊക്കെയും നിർമൂലമാക്കുവാൻ മനസ്സില്ലാതെ ജീവനോടെ സൂക്ഷിച്ചു. ഹീനവും നിസ്സാരവുമായവയൊക്കെയും അവൻ നിർമൂലമാക്കി. അപ്പൊ അവിടെ അടുത്ത പ്രശ്നം, അത് നമ്മൾക്ക് എല്ലാം വളരെ പരിചയമുള്ള കാര്യമാണ്. അമാലേക്യരോടുള്ള എന്റെ ക്രോധം തീർക്കുവാനായി ഞാൻ അമാലേക്യരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു, നീ അവരെ നിർമൂലമാക്കണം. അപ്പോൾ ശൗലിനെ നോക്കിയപ്പോൾ ജയിച്ചു. ഇനി എന്താ? കർത്താവ് പഠിപ്പിക്കുകയാണ്, ജയിക്കുന്നതല്ല കാര്യം, ഞാൻ പറയുന്നത് മുഴുവൻ അനുസരിക്കുന്നത്. ജയമല്ല ഇവിടെ വിഷയം. ഞാൻ പറയുന്നത് മുഴുവൻ, നീ ജയിച്ചത് നിന്റെ കഴിവുകൊണ്ടല്ല, നീ ജയിച്ചത് ദൈവത്തിന്റെ പ്രവൃത്തി കൊണ്ടാണ്. എന്നാൽ അടുത്തതാണ് നിന്റെ ഭാഗം. ഏത്? ദൈവം നിന്നോട് പറഞ്ഞത് നീ അനുസരിക്കേണ്ടത്. അപ്പോൾ ജയം ദൈവത്തിനുള്ളതാണ്, അത് ദൈവത്തിന് കൊടുക്കണം. അതിന്റെ ക്രെഡിറ്റ് നീ എടുക്കാൻ പാടില്ല. എന്നാൽ നിന്റെ സ്വന്തം ജീവിതത്തിൽ അനുസരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, അതിടെ അവൻ പരാജയപ്പെട്ടു പോയി. 14-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെയാണ് ഒരു റാഷ് ഡിസിഷൻ എടുത്തു. സൂര്യൻ അസ്തമിക്കുമ്പോഴും ഒരുത്തനും ഒന്നും തിന്നേക്കരുത്, അവിടെ ജനത്തെ വലച്ചു. അപ്പോൾ ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും സ്വന്തം തീരുമാന പ്രകാരമാണ് എടുക്കുന്നത്. 17-ാം അധ്യായത്തിൽ വരുമ്പോൾ അവിടെ 22-ാം വാക്യത്തിൽ അവൻ പുരോഹിതന്മാരെ കൊന്നുകളഞ്ഞു. ക്രൂരമായിട്ട് കുറെ പുരോഹിതന്മാരെ കൊന്നുകളഞ്ഞു. ഇങ്ങനെ ഓരോ പ്രവൃത്തികൾ ചെയ്ത് അധപ്പതിച്ച് പോയി കഴിഞ്ഞാണ് അവസാനം നമ്മൾ വരുമ്പോൾ ശമൂവേലിന്റെ 1-ാം പുസ്തകം 28-ാം അധ്യായത്തിൽ വരുമ്പോൾ എന്താണ്? വല്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് ശൗൽ വന്നു. എന്താണ്? ശൗൽ അവനെ ദൈവത്തിന്റെ ആത്മാവ് അവനെ വിട്ടുപോയപ്പോൾ, അതിന്റെ 5-ാം വാക്യം, അവന്റെ ആ പഴയ ഹൃദയം അങ്ങ് പോയി. ഏത്? ദൈവം വേറൊരു ഹൃദയം കൊടുത്തു, വേറൊരു മനുഷ്യനാക്കി. അവന്റെ ഹൃദയത്തിന്, അവന്റെ നേരത്തെ ഉണ്ടാകിയിരുന്ന ഹൃദയത്തിന് പകരം പുതിയൊരു ഹൃദയം കൊടുത്തു. ഇപ്പോൾ അത് നഷ്ടമായിട്ട് അവന് ഭയപ്പെടുന്ന ഒരു ഹൃദയം, വിറയ്ക്കുന്ന ഒരു ഹൃദയം, ശത്രുവിനെ കണ്ട് വിറയ്ക്കുന്ന ഒരു ഹൃദയം. ദൈവഭയമല്ല, ശത്രുവിനെ കണ്ട്. എന്നിട്ട് അതിന്റെ 6-ാം വാക്യത്തിൽ യഹോവയോട് ചോദിച്ചാറ്, യഹോവ അവനോട് സ്വപ്നം കൊണ്ടോ ഉറീം കൊണ്ടോ പ്രവാചകന്മാരെ കൊണ്ടോ ഉത്തരമരുളിയില്ല. യെസ്, അതാണ് വിഷയം. സ്വപ്നം കൊണ്ടോ ഉറീം കൊണ്ടോ പ്രവാചകന്മാരെ കൊണ്ടോ ഉത്തരമരുളിയില്ല. കർത്താവിന് സ്തോത്രം. അവന്റെ ജീവിതത്തിൽ എപ്പോഴും അവന്റെ കൂടെ നടക്കാൻ ചരിത്രത്തിലേക്ക് കൊള്ളാവുന്ന ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു, ശമൂവേൽ പ്രവാചകൻ. എന്നാൽ കൂടെ നടന്ന പ്രവാചകന് അവന്റെ കൂടെ നടക്കാനോ ആ ദൈവത്തിന്റെ കൂടെ നടക്കാനോ അവൻ മനസ്സിലാതെ വന്നപ്പോൾ ആ പ്രവാചകനും പോയി, പിന്നെ ആ ദൈവവും അങ്ങ് പോയി. ദൈവവും പ്രവാചകനും പോയി കഴിഞ്ഞപ്പോൾ അവൻ ആഗ്രഹിക്കുക, അയ്യോ ആ ദൈവത്തെ കിട്ടിയായിരുന്നെങ്കിൽ, ആ പ്രവാചകനെ കിട്ടിയായിരുന്നെങ്കിൽ, ദൈവം എന്നോട് സ്വപ്നത്തിൽ സംസാരിച്ചിരുന്നെങ്കിൽ. പുരോഹിതന്മാരെ കൊന്നുകളഞ്ഞു, ക്രൂരമായിട്ട് കൊന്നുകളഞ്ഞു. ഇപ്പൊ ആഗ്രഹിക്കുന്നു ഈ പുരോഹിതന്മാർ എന്നോടൊന്ന് ഉറീം, അവരുടെ കയ്യിൽ ദൈവം കൊടുത്തതായ അരുളപ്പാട് എന്നോടൊന്ന് അറിയിച്ചിരുന്നെങ്കിൽ. മനുഷ്യ ഈ ലോകത്തിൽ ഒത്തിരി ആളുകൾ അങ്ങനെ ചിന്തിക്കാറുണ്ട്. ഒരിക്കൽ തിരസ്കരിച്ചതിനെ ജീവിതത്തിന്റെ കുഴഞ്ഞ അവസ്ഥകളുടെ മധ്യത്തിൽ അവര് അത് അന്വേഷിക്കാറുണ്ട്. അയ്യോ എന്നോട് വീണ്ടും അവരൊന്ന് പറഞ്ഞായിരുന്നെങ്കിൽ. കർത്താവിന് സ്തോത്രം. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് 7-ാം വാക്യം വരുമ്പോൾ എനിക്കൊരു വെളിച്ചപ്പാടത്തെ അന്വേഷിപ്പിക്കും, ഞാൻ അവളുടെ അടുക്കൽ ചെന്ന് ചോദിക്കും എന്ന് പറഞ്ഞു. യെസ്, അടുത്ത വിഷയം. ശൗലാണ് ദേശത്ത് നിന്ന് വെളിച്ചപ്പാടത്തികളെ എല്ലാം ഓടിച്ചു കളഞ്ഞത്. എന്നാൽ അവൻ ഓടിച്ചു കളഞ്ഞവരെ തന്നെ അവനിപ്പോൾ അന്വേഷിക്കാനായിട്ട് തുടങ്ങി. കർത്താവിന് സ്തോത്രം. അവൻ അന്വേഷിച്ചിട്ട് വെളിച്ചപ്പാടത്തിയിൽ നിന്ന് എന്തെങ്കിലും ഒരാലോചന കിട്ടാനായിട്ട് അവൻ ആഗ്രഹിക്കുന്നു. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. എന്നിട്ട് ആ വെളിച്ചപ്പാടത്തിയുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് എന്ത് ചോദിക്കുന്നത് എന്താണ്? അതിന്റെ താഴോട്ടുള്ള വാക്യങ്ങൾ വായിച്ചാട്ട്. അവിടെ ഭൃത്യന്മാർ അവനോട് എന്തോരിൽ ഒരു വെളിച്ചപ്പാടത്തി ഉണ്ട് എന്ന് പറഞ്ഞു. ശൗൽ വേഷം മാറി വേറെ വസ്ത്രം ധരിച്ച് 2 ആളെയും കൂട്ടിപ്പോയി രാത്രിയിൽ ആ സ്ത്രീയുടെ അടുക്കലെത്തി. വെളിച്ചപ്പാടാത്മാവ്
ആത്മാവ് കൊണ്ട് നീ എനിക്കായി പ്രശ്നം നോക്കുകയും ഞാൻ പറയുന്നവനെ വരുത്തി തരികയും ചെയ്യണമെന്ന് പറഞ്ഞു. സ്ത്രീ അവനോട്, ശൗൽ ചെയ്തിട്ടുള്ളത് അവൻ വെളിച്ചപ്പാടന്മാരെയും മന്ത്രവാദികളെയും ദേശത്ത് നിന്ന് ഛേദിച്ചു കളഞ്ഞത് തന്നെ നീ അറിയുന്നുവല്ലോ. എന്നെ കൊല്ലിപ്പാൻ നീ എന്റെ ജീവന് കണിവെക്കുന്ന എന്തിനെന്ന് പറഞ്ഞു. യഹോവയാണ് ഈ കാര്യം കൊണ്ട് നിനക്ക് ഒരു ദോഷവും ഭവിക്കുകയില്ല എന്ന് ശൗൽ യഹോവയുടെ നാമത്തിൽ അവളോട് സത്യം ചെയ്തു പറഞ്ഞു. ഞാൻ ആരെ വരുത്തി തരണമെന്ന് സ്ത്രീ ചോദിച്ചതിന് ശമൂവേലിനെ വരുത്തി തരണമെന്ന് അവൻ പറഞ്ഞു. സ്ത്രീ ശമൂവേലിനെ കണ്ടപ്പോൾ ഉച്ചത്തിൽ നിലവിളിച്ചു. ശൗലിനോട്, നീ എന്നെ ചതിച്ചതെന്ത്? നീ ശൗലാകുന്നുവല്ലോ എന്ന് പറഞ്ഞു. രാജാവ് അവളോട്, ഭയപ്പെടേണ്ട, നീ കാണുന്നത് എന്ത് എന്ന് ചോദിച്ചതിന് ഒരു ദേവൻ ഭൂമിയിൽ നിന്ന് കയറി വരുന്നത് ഞാൻ കാണുന്നു എന്ന് സ്ത്രീ ശൗലിനോട് പറഞ്ഞു. അവൻ അവളോട്, അവന്റെ രൂപം എന്ത് എന്ന് ചോദിച്ചതിന് അവൾ, ഒരു വൃദ്ധൻ കയറി വരുന്നു, അവൻ ഒരങ്കിയും ധരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാറെ അത് ശമൂവേൽ എന്നറിഞ്ഞ് ശൗൽ സാഷ്ടാംഗം വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ഒത്തിരി ചിന്താക്കുഴപ്പം ഉണ്ടാക്കുന്ന കുറെ കാര്യങ്ങൾ അവിടെ എഴുതിയിരിക്കുന്നത്. കാരണം ഈ വെളിച്ചപ്പാടത്തിയുടെ സ്ത്രീയുടെ അടുത്ത് എന്നിട്ട് ഇപ്പോൾ ശൗലിന് വേണ്ടത് മരിച്ചുപോയ ശമൂവേലിനെ, ജീവിച്ചിരുന്ന ശമൂവേലിനെ കൊണ്ട് അനുസരണക്കേട് കാണിച്ച് ആ ശമൂവേൽ പല പ്രാവശ്യം ഇവനെ ശാസിച്ചു. എന്നാൽ ഇപ്പോൾ എന്നെ ശാസിച്ച ശമൂവേലിനെ ഇപ്പോൾ എനിക്ക് വേണം. കർത്താവിന് സ്തോത്രം. ആ ശാസിച്ച ശമൂവേലിന് വേണ്ടി ഒരു വെളിച്ചപ്പാടത്തിയുടെ അടുത്ത് പോയിട്ട് ഈ വെളിച്ചപ്പാടത്തിയോട് സംസാരിച്ചപ്പോൾ വെളിച്ചപ്പാടത്തി ശമൂവേലിനെ വരുത്തുന്നു. അപ്പോൾ ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒരുമാതിരിപ്പെട്ട ശൗലെന്ന് മാത്രമല്ല, ഒരുമാതിരിപ്പെട്ട പെന്തിക്കോസ്തുകാർക്ക് എല്ലാം തോന്നിപ്പോകും ഈ വന്നത് ശമൂവേൽ തന്നെയാണ്. കാരണം വേഷം കണ്ടാൽ ശമൂവേലിന്റെ വേഷം, സംസാരം കേട്ടാൽ ശമൂവേലിന്റെ സംസാരം, ദൂത് കേട്ടാലും ശമൂവേൽ ദൂത് പറയുന്ന പോലെ തന്നെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ദൂതാണ് പറഞ്ഞത്. ഇതെല്ലാം കേട്ടാൽ ഇത് ശമൂവേലാണെന്ന് തോന്നിപ്പോ. കർത്താവിന് സ്തോത്രം. എന്നാൽ ഇത് ശമൂവേൽ അല്ല. ഈ വന്നത് ആരാണ്? ഈ വന്നത് ഒരു ഭൂതമാണ്. ഒരു ദുർഭൂതമാണ് ഈ വന്നത്. കർത്താവിന് സ്തോത്രം. ഈ വെളിച്ചപ്പാടത്തിയുടെ കയ്യിലല്ല ശമൂവേൽ ഇരിക്കുന്നത്. പിന്നെ അത് തന്നെയല്ല, കുറെ താഴോട്ട് വായിക്കുമ്പോഴോട് പറഞ്ഞിരിക്കുന്നത് കുറെ കാര്യങ്ങളുണ്ട് അതിനകത്തിൽ. സ്ത്രീ ശമൂവേലിനെ കണ്ട് കുളിച്ച് നിലവിളിച്ചു, നീ കാണുന്നത് ഈ രൂപമല്ല, ഇങ്ങനെ തന്നെയാണ്. പിന്നെ എന്നിട്ട് അത് ശമൂവേൽ എന്നറിഞ്ഞു. എന്നിട്ട് ശമൂവേൽ എന്നാൽ ശമൂവേൽ ശൗലിനോട്, നീ എന്നെ വിളിച്ചതിനാൽ മഹാകഷ്ടത്തിലായിരിക്കുന്നു, ഫെലിസ്ത്യർ എന്നോട് യുദ്ധം ചെയ്യുന്നു, ദൈവം എന്നെ വിട്ടുമാറിയിരിക്കുന്നു, പ്രവാചകന്മാരെ കൊണ്ടാവട്ടെ സ്വപ്നം കൊണ്ടാവട്ടെ എന്നോട് ഉത്തരമെടുക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്ക് പറഞ്ഞു തരേണ്ടതിന് ദൈവം വിട്ടുമാറിയിരിക്കുന്നു. പിന്നെ ശമൂവേൽ എന്നാ ചെയ്യാൻ കഴിയും? കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. എന്നിട്ട് താഴോട്ടുള്ള വാക്യം, അതുകൊണ്ട് 16-ാം വാക്യം, അതിന് ശമൂവേൽ പറഞ്ഞത്, ദൈവം നിന്നെ വിട്ടുമാറി നിനക്ക് ശത്രുവായി തീർന്നിരിക്കെ നീ എന്തിന് എന്നോട് ചോദിക്കും? ആ വാക്യം കേട്ടാൽ ഒരിക്കലും സംശയം തോന്നുന്നില്ല പിശാചാണ് പറയുന്നത്. ദൈവം പറയുന്ന പോലെ തന്നെ പറയുന്നത്. ആർക്കും ഒരു ചിന്താക്കുഴപ്പം ഉണ്ടാക്കാൻ പറ്റാത്ത രീതിയിൽ. അതുകൊണ്ടാണ് പിശാച് ഓരോരുത്തരുടെയും രീതിയും മനസ്സിന്റെ സെറ്റിങ്ങും ആത്മീയ നിലവാരവും ഒക്കെ അനുസരിച്ചാണ്, അവരവരുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് അവരോട് ചെയ്യുള്ളൂ. കർത്താവിന് സ്തോത്രം. അപ്പൊ നമ്മുടെയൊക്കെ സ്റ്റാൻഡേർഡ് പിശാച് അറിയാം. ദൈവത്തിന് അറിയാവുന്ന പോലെ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെയൊക്കെ സ്റ്റാൻഡേർഡ് പിശാച്. ദൈവത്തിന് അറിയാവുന്ന കാര്യങ്ങളല്ല, നമ്മളെ കുറിച്ചുള്ള പല കാര്യങ്ങൾ, എന്നെ കുറിച്ചുള്ള കാര്യങ്ങളിലും നല്ല ഭാഗവും പിശാചിനറിയാം. എന്തോ അറിയാവുന്നത്, എവിടെ കൊണ്ട് കല്ല് വെച്ചാൽ അവനോട് ഉടക്കി വീഴുന്നു. എന്തോ ഇമേജ് ആണ് അവന്റെ കൈ കൊണ്ടുവന്നാൽ ഇവൻ മുട്ടുകുത്തുന്നത് എവിടാണ്. എന്തോ കളിപ്പാട്ടമാണ് അവൻ കണ്ടാൽ അതിനകത്തിൽ ആകർഷിക്കപ്പെടുന്നത്. ഇതൊക്കെ പിശാചിനെ ശരിക്കറിയാം. എന്റെ സ്വഭാവത്തിന്റെ വീഴ്ച എവിടാണ്, അവൻ തട്ടി വീഴാൻ സാധ്യതയുള്ള സ്വഭാവത്തിന്റെ പോരായ്മ എവിടാണ്, അത് നന്നായിട്ടറിയാം. അതിനനുസൃതമായ കാര്യങ്ങളാണ് ജീവിതത്തിൽ കൊണ്ടുവെക്കുന്നത്. എന്നിട്ട് അതിനെ ദൈവം വിട്ടുമാറി നിന്റെ ശത്രുവായിരിക്കെ നീ എന്തിനെന്നോട് ചോദിക്കുന്നു? കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. എന്നിട്ട് ആ ദൂത് വളരെ കൃത്യമായിട്ട് ഈ പരാജയങ്ങളൊക്കെ വന്നിട്ട് 19-ാം വാക്യം, യഹോവ നിന്നെയും ഇസ്രായേലിനെയും ഫെലിസ്ത്യരുടെ കയ്യിൽ ഏൽപ്പിക്കും. നാളെ നീയും നിന്റെ പുത്രന്മാരും എന്നോട് കൂടെയാകും. ഇസ്രായേൽ പാളയത്തെ യഹോവ ഫെലിസ്ത്യരുടെ കയ്യിൽ ഏൽപ്പിക്കും. അങ്ങനെയായിരുന്നു. എന്ത് അനുഗ്രഹമായിരുന്നു ജീവിതം. നാളെ നീയും
നമ്മളെല്ലാം ഒരിടത്തായിരിക്കുന്നതാണ്. ഇത്രയും നാള് ദൈവത്തിന് വേണ്ടി പ്രമാണത്തിന് വേണ്ടി ഇരുന്ന ശമുവേലും ഈ വേണ്ടാതിനങ്ങളെല്ലാം കാണിച്ച ശൗലും നാളെ ചത്ത് കഴിയുമ്പോൾ ഒരിടത്തായിരുന്നെങ്കിൽ നമ്മൾ സാധാരണ എല്ലാം മിക്കവാറും നല്ലൊരു ഭാഗം പെന്തക്കോസ്തുകാരുടെ ആഗ്രഹം തന്നെ. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, വേണ്ടെങ്കിൽ ആത്മാഭിഷേകം കിട്ടിയെങ്കിൽ കിട്ടി, ഇനി ഇപ്പൊ ഉടനെ കർത്താവിന് ആവശ്യമില്ല, ഇനി ചാവുമ്പോഴാണ് കർത്താവിന് വേണ്ടത്. ചാവുമ്പോൾ എനിക്ക് സ്വർഗത്തിൽ പോകണം. അതിനിടയ്ക്കുള്ള ഇൻ ബിറ്റ്വീൻ പീരീഡിൽ വലിയ ഞങ്ങൾ തമ്മിൽ വലിയ ഇന്ററാക്ഷൻസ് ഒന്നും ഇല്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. ഇനി അന്നേരമാണ് ഇനി എന്ന് പറഞ്ഞ പോലാണ് പറയുന്നത്, നാളെ നീയും നിന്റെ പുത്രന്മാരും എന്നോട് കൂടെ ഇരിക്കും. അങ്ങനെ ഒരു പ്രോമിസ് കിട്ടിയായിരുന്നു. പിന്നെ എന്താ ഏത് വെളിച്ചപ്പാടെടുത്ത് പോയാൽ എന്നാ കുഴപ്പം? കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ. ഇത് കേട്ടപ്പോൾ അവൻ, എന്നിട്ട് അതിന്റെ 29-21 വാക്യങ്ങൾ പെട്ടെന്ന് ശൗൽ നെടുനീളത്തിൽ നിലത്ത് വീണു. ശമൂവേലിന്റെ വാക്കുകൾ നിമിത്തം ഏറ്റവും ഭയപ്പെട്ടു പോയി. അവനിൽ ഒട്ടും ബലമില്ലാതെയായി. അന്ന് രാവും പകലും മുഴുവൻ അവൻ ഒന്നും ഭക്ഷിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ആ സ്ത്രീ ശൗലിന്റെ അടുക്കൽ വന്നു. അവൻ ഏറ്റവും പരിഭ്രമിച്ചിരിക്കുന്നത് കണ്ട് അവനോട്, അടിയൻ നിന്റെ വാക്ക് കേട്ട് ജീവനെ ഉപേക്ഷിച്ചും കൊണ്ട് നീ എന്നോട് പറഞ്ഞ വാക്ക് അനുസരിച്ചിരിക്കുന്നുവല്ലോ. ആകയാൽ അടിയന്റെ വാക്ക് നീയും കേൾക്കണമേ. ഞാൻ ഒരു കഷ്ണം അപ്പം നിന്റെ മുമ്പിൽ വെക്കട്ടെ, നീ തിന്നണം. എന്നാൽ നിന്റെ വഴിക്ക് പോകുവാൻ നിനക്ക് ബലമുണ്ടാകുമെന്ന് പറഞ്ഞു. അതിനവൻ, വേണ്ട, ഞാൻ തിന്നുകയില്ല എന്ന് പറഞ്ഞു. എങ്കിലും അവന്റെ ഭൃത്യന്മാരും ആ സ്ത്രീയും അവനെ നിർബന്ധിച്ചു. അവൻ അവരുടെ വാക്ക് കേട്ട് നിലത്ത് നിന്ന് എഴുന്നേറ്റ് മെത്തമേലിരുന്നു. സ്ത്രീയുടെ വീട്ടിൽ ഒരു തടിച്ച പശുക്കിടാവുണ്ടായിരുന്നു. അവൾ ക്ഷണത്തിൽ അതിനെ അറുത്ത് മാവും എടുത്ത് കുഴച്ച പുളിപ്പില്ലാത്ത അപ്പം ചുട്ടു. അവൾ അത് ശൗലിന്റെ ഭൃത്യന്മാരെ തകർന്ന് എല്ലാം പോയി കഴിയുമ്പോൾ ഈ ദൈവത്തെ അന്വേഷിച്ചാൽ ഈ ദൈവം സംസാരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ എന്റെ ആത്മാവ് സദാകാലവും മനുഷ്യപുത്രന്മാരോട് വാദിക്കുകയില്ലല്ലോ. കർത്താവിന്റെ സ്തോത്രം. അപ്പോൾ ഈ മനുഷ്യന്റെ അവസാനത്തെ അത്താഴം, ഭൂതങ്ങളുടെ മേശയിൽ നിന്നുള്ള അത്താഴവും കഴിച്ചിട്ടാണ് അവൻ അടുത്ത ആ അവസാനത്തെ യുദ്ധത്തിന് വേണ്ടി പോയത്. കർത്താവിന്റെ സ്തോത്രം. ആ യുദ്ധത്തിന് വേണ്ടി പോയപ്പോൾ അവന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പരാജയം അങ്ങനെ അവസാനിക്കാനിടയായി തീർന്നു. കർത്താവിന്റെ സ്തോത്രം. ഈ വേദഭാഗങ്ങളിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിശുദ്ധന്മാരുടെ വീഴ്ചയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട കുറെ കാര്യങ്ങൾ. കർത്താവിന്റെ സ്തോത്രം. എന്റെ നാട്ടിലൊരു ഭയങ്കര ആത്മനിറവിൽ ജീവിച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഭയങ്കര ആത്മനിറവിൽ ജീവിച്ച ഒരു മനുഷ്യൻ. അനേക ദേശങ്ങളെ ആ മനുഷ്യൻ കുലുക്കിയ മനുഷ്യനാണ്. കർത്താവിന്റെ സ്തോത്രം. അനേകരെ കൊണ്ട് കഴിയാത്ത പല കാര്യങ്ങളും. ഞാൻ കഴിഞ്ഞ ദിവസം ഉപ്പാപ്പന്റെ പിന്നെ മണക്കാലായിലുണ്ടായിരുന്ന AG ശമൂവേൽ സാറിന്റെ കാര്യം നിങ്ങളോട് ഒരു മീറ്റിംഗിൽ വെച്ച് പറഞ്ഞല്ലോ. ഉപ്പാപ്പൻ സാറിന്റെ കൃപാവരം നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. അദ്ദേഹം കൃപാവരം നഷ്ടപ്പെട്ടിട്ട് അപ്പച്ചന് മനസ്സിലായില്ല ഇത് എവിടെ വെച്ചാണ് നഷ്ടപ്പെട്ടതെന്നുള്ളത്. ഒരുപാട് പ്രവാചകന്മാരുടെ അടുത്ത് പോയി അവരോടൊക്കെ സംസാരിച്ചു. അവർക്കാർക്കും ഇതെങ്ങനെയാണ്, എവിടെ വെച്ചാണ് ഇത് പോയതെന്ന് പറയാൻ പറ്റില്ല. അവസാനം ഈ ആള് വന്ന് പറഞ്ഞു, ഈ അപ്പച്ചനൊക്കെ ദേഷ്യം കഴിവുണ്ടെങ്കിൽ ഇത് പറയണമെന്ന് പറഞ്ഞു. എന്റെ കൃപാവരം എവിടെ പോയെന്ന് പറയണമെന്ന് പറഞ്ഞു. അതിന്റെ ദേഷ്യം പുള്ളി വലിയ അതോറിറ്റേറ്റീവായിട്ട് പറയുന്നതാണ്. അപ്പോൾ എന്റെ നാട്ടുകാരനാണ് പറഞ്ഞത്, ഇന്നാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ദൈവം കാണിച്ചോ ശവപ്പെട്ടി? കാണിച്ചു. പിന്നെ പ്രാർത്ഥിച്ചതിന് അവിടെ പോയെന്ന് പറഞ്ഞു. കർത്താവിന് സ്തോത്രം. അങ്ങനെ പറഞ്ഞ് ദേശം മുഴുവൻ ഇളക്കിയ ഒരു മനുഷ്യൻ. കർത്താവിന് സ്തോത്രം. തകർന്ന് തരിപ്പണമാണ്. ഞാൻ അദ്ദേഹത്തിന്റെ മക്കളൊക്കെ ഇവിടൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ അവരെയൊക്കെ വിളിച്ചു കഴിഞ്ഞ വർഷം. കാരണം ഈ വിശുദ്ധന്മാരുടെ വീഴ്ചകളുടെ കാരണങ്ങൾ അറിയാൻ എനിക്ക് വലിയ താല്പര്യം തോന്നുന്നത്. അത് സന്തോഷിക്കാനല്ല, അത് എന്റെ ജീവിതത്തിൽ പഠിക്കാൻ വേണ്ടി. ഞാൻ ഈ മക്കളെയൊക്കെ വിളിച്ചു. ഒരു മോളെ വിളിച്ചു ചോദിച്ചു, ഈ അപ്പച്ചന്റെ കൃപകളൊക്കെ പോയി. അപ്പൊ ആ മോള് പറഞ്ഞു, ഇല്ല അപ്പച്ചന്റെ കൃപകൾ അങ്ങനെ പോയൊന്നുമില്ലെന്ന് പറഞ്ഞു. അവസാനം വരെ ഉണ്ടായിരുന്നു പറഞ്ഞു. അപ്പൊ വേറെ ഒരു മോളെ വിളിച്ചു ചോദിച്ചു. അപ്പൊ എനിക്കത് അത്ര ശരിക്കും അറിയത്തില്ല, അപ്പച്ചന് കുറച്ചൊക്കെ പഴയ പോലൊന്നും ഇല്ലായിരുന്നു, കുറെയൊക്കെ പോയെന്നൊക്കെ പറഞ്ഞു. കർത്താവിന് സ്തോത്രം. പക്ഷെ പോയെന്നുള്ളത് എനിക്ക് ശരിക്കറിയാം. കാരണം ഞാൻ അവിടെ ഇദ്ദേഹത്തെ കാണുമ്പോഴൊക്കെ ഇദ്ദേഹം ഒരു ആത്മീയൊന്നും ഇല്ലായിരുന്നു. ഒരിക്കൽ ഞാൻ എന്റെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒരിക്കലും അവിടെ ഞങ്ങളുടെ വിദ്യാർത്ഥികളെല്ലാം കൂടെ ഒരു പന്ത് കളി ഉണ്ടായിരുന്നു. അവിടെ പന്ത് കളിക്കുന്നവരുടെ കൂട്ടത്തിൽ നോക്കിയപ്പോൾ ഇദ്ദേഹം ഈ ഉണർവുകാരനും പന്ത് കളി കാണാനായിട്ട് അവിടെ വന്നിപ്പോണ്ട്. പന്ത് കളി എങ്ങോട്ട് വന്ന് അതങ്ങോട്ട് ചൂടായ സമയത്ത് ഇദ്ദേഹം അവിടെ കിടന്ന് ചാടി മറിഞ്ഞ് ബഹളമാണ്, ഇടിയടാ പൊഴിക്കട താടി ഇടാന്ന് പറഞ്ഞൊക്കെ ഭയങ്കരമായി. അപ്പോൾ ഞാൻ അന്നേരമാണ് ഇദ്ദേഹത്തെ ആദ്യമായിട്ട് കാണുന്നത്.
അപ്പോൾ വീട്ടിൽ വന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, അത് തന്നെയാണ് ആള്, വലിയ ഉണർവ്, ഭയങ്കര ഉണർവായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ ജീവിതത്തിന്റെ ഓരോ സമയങ്ങൾ വന്നപ്പോൾ സ്വന്തം വീട്ടിലെ വസ്തു വിറ്റ്, ആഞ്ഞിലിത്തടി വിറ്റ്, ദൈവം നൽകിയ ജോലിയിൽ നിന്നുള്ള സമ്പാദ്യങ്ങൾ കൊടുത്ത് ഓരോ വർഷവും കൺവെൻഷൻ നടത്തുക, പലരും വിശ്വാസത്തിലേക്ക് വരിക, പല വീടുകളിൽ പോയി ദിവസങ്ങൾ അവിടെ താമസിച്ച് ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവർക്ക് വിടുതൽ കൊടുക്കുക, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുക. അവിടെ ഒരു താല്പര്യവുമില്ല, വരുമാനം വേണ്ട, അവിടെ ഒരു സഭ സ്ഥാപിക്കേണ്ട, അതൊക്കെ കിട്ടുന്ന ദൈവമക്കളെ ഒക്കെ ഓരോരുത്തരുടെ കയ്യിൽ ഏൽപ്പിക്കുക. അവിടെ അങ്ങനെ വളരെ മാതൃകയായിട്ട് മുന്നോട്ട് കയറി വന്നപ്പോഴാണ് വല്ലപ്പോഴും ഒക്കെ തന്റെ സ്വന്തം സഭ വരും. എന്നാൽ ആ സ്വന്തം സഭ വന്നപ്പോൾ ഇടയ്ക്ക് ആ സഭയ്ക്കകത്ത് കുറച്ച് പ്രശ്നങ്ങൾ, ചിലർക്കൊന്നും ഇദ്ദേഹത്തെ അത്ര കൊണ്ട് സന്തോഷമില്ല. അപ്പോൾ അവർ ഈ സഭയിൽ വരുമ്പോൾ ഇദ്ദേഹത്തെ പതുക്കെ ഒന്ന്, നമ്മുടെ നാടൻ ഭാഷയിൽ പറയും, ഒന്ന് ഒതുക്കാൻ ശ്രമിക്കും. അങ്ങനെ ആയപ്പോൾ ഇദ്ദേഹത്തിന് ഭയങ്കര അവരോടൊരു വാശി, ഈ ഒതുക്കാൻ നോക്കിയവരോടൊരു വാശി. അവസാനം ഒരിക്കൽ പറഞ്ഞു, അവന്റെ ഒരു റാത്തിന് മാംസം ഞാൻ എടുക്കുന്നു. അങ്ങനെ ആ മനുഷ്യൻ അങ്ങ് അതപ്പതിച്ച് അങ്ങ് ദൈവം കൊടുത്ത കൃപകളും വരങ്ങളും ആത്മീയ അനുഭവങ്ങളും എല്ലാം നഷ്ടപ്പെട്ട് നാട്ടിൽ തന്നെ ഒരു മാതൃകയില്ലാത്ത മനുഷ്യനായിട്ട് അങ്ങ് തീർന്നു. കർത്താവിന് സ്തോത്രം. ദൈവം എന്നെ പഠിപ്പിക്കുകയായിരുന്നു, എത്രയോ പേര് അങ്ങനെയുണ്ട്. ജീവിതത്തിൽ ആവശ്യമില്ലാത്തടത്ത് പോയി കൊമ്പ് കോർക്കുക. ദൈവവചനത്തെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണ്, നീ ഒരിടത്തും പോയി കൊമ്പ് കോർക്കരുത്, കൊമ്പുയർത്തരുത്. അവിടെ നിന്നെല്ലാം ഒഴിഞ്ഞു പൊയ്ക്കോണം. അവിടെ എങ്ങും കയറി കോർക്കാൻ പോകരുത്. കർത്താവിന് സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവ് നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണ്, ഈ വിശ്വാസ ജീവിതത്തിൽ ആത്മീയമെന്ന് പറയുന്നതിന് വേണ്ടി പോലും, സത്യമെന്ന് പറയുന്നതിന് വേണ്ടി പോലും, നീതി എന്ന് പറയുന്നതിന് വേണ്ടി പോലും, വിശുദ്ധി എന്ന് പറയുന്നതിന് വേണ്ടി പോലും വാശി പിടിക്കരുത്. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം, ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ, ദൈവത്തിന് അത് യാതൊന്നും കർത്താവിന് വേണ്ട, അങ്ങനെയുള്ള ഒന്നും കർത്താവിന് വേണ്ട. അതുകൊണ്ട് നല്ല കാര്യത്തിന് പോലും ലേശം വാശി പിടിക്കരുത്. ഒഴിഞ്ഞു പോയിക്കോണോ അവിടുന്ന്, വിട്ടുമാറിക്കോണോ അവിടുന്ന്. കർത്താവിന് സ്തോത്രം. ആ വിഷയങ്ങളിൽ നമ്മൾ ആരും പ്രാധാന്യം കൊടുക്കരുത്. കർത്താവിന് സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു, ഒഴിഞ്ഞു പോയിക്കോണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ഇടങ്ങളിൽ നിന്നൊക്കെ എല്ലാ ദൈവവേദനയും ഉണ്ടാകാം. അപ്രതീക്ഷിതമായ ഇടങ്ങളിൽ നിന്ന്, പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്ന്, നമ്മൾ ചിന്തിക്കാത്ത ഇടങ്ങളിൽ നിന്ന്. അപ്പൊ വളരെ കെയർഫുൾ ആയെങ്കിലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് പറഞ്ഞ് ശാഠ്യം ഉള്ള ദൈവകൃപ മുഴുവൻ ചോർത്തിക്കളയാൻ പറ്റുമെന്ന്. ഒറ്റ കാര്യം, ശാഠ്യം. കർത്താവിന് സ്തോത്രം. എന്റെ ഭാര്യയുടെ സഭയിൽ ഒരിക്കലും ഒരു നല്ല ദൈവദാസനുണ്ടായിരുന്നു, നല്ല ദൈവഭക്തനായ മനുഷ്യൻ. പക്ഷെ ഒരു കാര്യം മാത്രം, പുള്ളിക്ക് ഒരു ഇച്ചിരി ശാഠ്യമുണ്ടായിരുന്നു. സ്വന്തം ജീവിതത്തിലെ ഒരു പ്രത്യേക വിഷയം വന്നപ്പോൾ ആ ശാഠ്യത്തിൽ പുള്ളി പറഞ്ഞു. പുള്ളിയെ കുറിച്ച് അവിടുത്തെ നല്ലൊരു വിശ്വാസി എന്നോട് പറഞ്ഞു ഓർക്കുന്നു, ആത്മാവിൽ പുള്ളി പറഞ്ഞാൽ അതല്ല 100%, പക്ഷെ പുള്ളി ബുദ്ധി കൊണ്ട് പറഞ്ഞാൽ അത് അട്ടർ ഫൂളിഷ്നെസ് ആയിരിക്കും. കർത്താവിന് സ്തോത്രം. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ ആത്മാവിൽ തന്നെ നമുക്ക് ജ്ഞാനവും പരിജ്ഞാനത്തിന്റെ ആത്മാവ് രണ്ടും കൂടെ, അതും കൂടെ നമുക്ക് വേണം. ആത്മാവ് മാത്രം പോരാ, ആത്മാവും അല്ലെ പിന്നെ അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിൽ ആത്മാവും ജ്ഞാനവും ഉള്ളവര് എന്ന് പറഞ്ഞ പോലെ ഇത് രണ്ടും കൂടെ നമുക്ക് വേണം. സോ ജീവിതത്തിൽ ഒരുപാട് സമയങ്ങളിൽ എപ്പോഴും നമുക്ക് പ്രാർത്ഥിച്ച് ആലോചന പോലെ നീങ്ങാൻ പറ്റത്തില്ല. അപ്പോഴൊക്കെ നമുക്ക് ബുദ്ധിയോടെ തന്നെ നീങ്ങേണ്ട ആവശ്യങ്ങൾ ഒരുപാടുണ്ട്. കർത്താവ് അതുകൊണ്ട് ജ്ഞാനവും പരിജ്ഞാനവും ആത്മാവിനാൽ തന്നെ പ്രാപിക്കണം. ലോകജ്ഞാനമല്ല, ആത്മാവിനാൽ തന്നെ ഈ ജ്ഞാനം പ്രാപിക്കണം. അതുകൊണ്ട് ജീവിതത്തിൽ ചില പ്രത്യേക സമയങ്ങൾ വന്നപ്പോൾ സ്വന്തം ആലോചന പ്രകാരം നീങ്ങി ദൈവഹിത
നീങ്ങി അവിടെ കുഴഞ്ഞു പോയി. ഇത്രയും നാള് പണിതുകൊണ്ട് വന്ന ജീവിതമൊക്കെ അവിടെ ഒത്തിരി കിടന്ന് വേദന അനുഭവിച്ചു. കർത്താവിന് സ്തോത്രം. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുകയാണ്, ശാഠ്യം കൊണ്ട് ഒന്നും ചെയ്യരുത്. നീ അന്നാ നിന്നെ ഒരു പാഠം ഞാൻ പഠിപ്പിച്ചിട്ടേ ഉള്ളൂ. മലയാളികളായ നമ്മള് അന്നാ നിന്നെ ഒരു പാഠം പഠിപ്പിച്ചിട്ടേ ഉള്ളൂ. അയ്യോ, ജീവിതത്തിന്റെ നല്ല സമയം എല്ലാം പഠിപ്പിക്കാൻ. അതുകൊണ്ട് എനിക്കറിയാം എന്ത് പഠിപ്പിക്കാൻ എന്ത് പ്രയാസമാണ്. 1000-600 രൂപ 1000 രൂപ ഫീസും തന്ന് പുസ്തകവും ബുക്കും എല്ലാം മേടിച്ച് മര്യാദയ്ക്ക് വന്നിരുന്നാലും ഇത് എത്ര പഠിപ്പിച്ചാലും ചിലതൊന്നും പഠിക്കത്തില്ല. വലിയ പ്രയാസമാണ് പഠിപ്പിക്കാൻ. കർത്താവിന് സ്തോത്രം. അത് അതിനെക്കാട്ടി വളരെ എളുപ്പമാണ് പഠിക്കാൻ. അവിടെ ദൈവമക്കൾ നമ്മുടെ എല്ലാ ആഗ്രഹമായിരിക്കണം, ആരെയും പഠിപ്പിക്കാൻ പോകരുത്. ജീവിതത്തിൽ ഈസി, പഠിക്കാനാണ് എളുപ്പം. ശരിക്ക് പഠിച്ചാൽ അങ്ങനെ പഠിപ്പിക്കാനേ പോകത്തില്ല. മാറിയിരിക്കാൻ അന്നേരമാണ് നമുക്ക് കഴിവ് കിട്ടുന്നത്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പഠിപ്പിക്കാൻ പറ്റത്തില്ല. ശാഠ്യം. ജീവിതത്തിൽ ഒന്നും ചെയ്യരുത്. സ്വന്തം ജീവിതത്തിൽ, സ്വന്തം ഇടപാടുകളിൽ, ആത്മീയ ഇടപാടുകളിൽ ശാഠ്യം കൊണ്ടൊന്നും ചെയ്യരുത്. സ്തോത്രം. ശൗലിന്റെ ജീവിതത്തിലെ പല കാര്യങ്ങളും അവസാനം വന്നപ്പോൾ അവൻ ശാഠ്യം കൊണ്ട് ചെയ്തു. അവന് ദൈവം നൽകിയ നല്ല ഹൃദയം ഒരു ശാഠ്യത്തിന്റെ പിന്നാലെ പോയപ്പോഴാണ് അവനത് നഷ്ടപ്പെട്ടു പോയത്. എന്നിട്ട് അവിടെ 16-ാം തീയതി പറഞ്ഞു, യഹോവയുടെ പക്കൽ നിന്നുള്ള ഒരു ദുരാത്മാവ്. അപ്പൊ നമ്മൾ അത് കേട്ടുമ്പോൾ നമുക്കൊരു പ്രശ്നം തോന്നി. ഇവിടെ ദൈവത്തിന്റെ പക്കൽ നല്ല ആത്മാവുണ്ട്, ഇത് രണ്ടും കൂടെ ഉണ്ടോ? കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. അതവന്റെ മേൽ വന്നു. അവന് ദൈവം നൽകിയ നല്ല ഹൃദയം ഉപയോഗിക്കേണ്ടതിന് പകരം ആ ശാഠ്യത്തിന്റെ ഹൃദയം ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ ആ ശാഠ്യത്തെ സഹായിക്കുന്ന ഒരാത്മാവ് അവന്റെ മേൽ വന്നു. കർത്താവിന് സ്തോത്രം. അതുകൊണ്ട് ശാഠ്യത്താൽ ഒന്നും ചെയ്യരുത്. രണ്ടാമത്തെ കാര്യം പറഞ്ഞിരിക്കുന്നു, ദുരഭിമാനം. ദുരഭിമാനത്താൽ ഒന്നും ചെയ്യരുത്. ദുരഭിമാനത്തിൽ നമുക്കൊരു ദൈവത്തിന്റെ ദാനമായി സ്വർഗത്തിലെ ദൈവം ഈ ലോക ജീവിതത്തിൽ നമുക്ക് തരുന്ന ഒരു നല്ല അഭിമാനമുണ്ട്. നമ്മുടെ ഈഗോയുടെ ഭാഗമായിട്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു ദുരഭിമാനവും ഉണ്ട്. ആ ഈഗോയുടെ, നമ്മുടെ സ്വയത്തിന്റെ, അഹന്തയുടെ ഭാഗമായുള്ള ആ ദുരഭിമാനത്തിൽ നിന്ന് ഒന്നും ചെയ്യരുത്. ഇത് രണ്ടും കൊണ്ടൊന്നും, ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളട്ടെ. അതില്ലാതെ വരുമ്പോഴെടുത്തുണ്ടാവുന്ന ഈ ശാഠ്യവും ദുരഭിമാനം ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ സ്വർഗത്തിലെ ദൈവം ഈ കാര്യങ്ങൾ ഈ മനുഷ്യനെ കുറിച്ച് പറയുകയാണ്. അവന്റെ വസ്ത്രാദികൾ ഉരിഞ്ഞ് അവന്റെ തലയും ആയുധവർഗവും എടുത്ത് തങ്ങളുടെ വിഗ്രഹ ക്ഷേത്രങ്ങളിലും ജനത്തിന്റെ ഇടയിലും വർത്തമാനം അറിയിക്കേണ്ടതിന് ഫെലിസ്ത്യ ദേശത്തെല്ലായിടവും അയച്ചു. അവന്റെ ആയുധവർഗം അവർ തങ്ങളുടെ ദേവന്റെ ക്ഷേത്രത്തിൽ വെച്ചു. അവന്റെ തലയെ ദാഗോന്റെ ക്ഷേത്രത്തിൽ തറച്ചു. എന്താ ഇവിടെ എഴുതിയിരിക്കുന്നത്? അവന്റെ തല കൊണ്ടുവന്ന് ദാഗോന്റെ ക്ഷേത്രത്തിൽ തറച്ചു. പിന്നെ അവന്റെ ആയുധവർഗം തങ്ങളുടെ ദേവന്റെ ക്ഷേത്രത്തിൽ വെച്ചു. അവന്റെ വസ്ത്രാദികൾ ഉരിഞ്ഞ് ഇതെല്ലാം എടുത്തിട്ട് ആ വിഗ്രഹ ക്ഷേത്രങ്ങളിലും ജനത്തിന്റെ ഇടയിലും വർത്തമാനം അറിയിക്കേണ്ടതിന് ഫെലിസ്ത്യ ദേശത്ത് എല്ലായിടവും അയച്ചു. ഇതെന്താ ഇങ്ങനെ? ഇതെല്ലാം ഈ വിഗ്രഹ ക്ഷേത്രങ്ങളിലും വിഗ്രഹത്തിനിടയിൽ ദാഗോന്റെ ക്ഷേത്രത്തിലും മറ്റേ ക്ഷേത്രത്തിലും എല്ലാം കൊണ്ടുപോകുന്നതിന്റെ കാര്യം എന്താ? ഇത് അവനൊരു അഭിഷക്തനായതുകൊണ്ട്. ഒരു അഭിഷക്തന്റെ തലയ്ക്ക് വേണ്ടി ദാഗോന് വലിയ ഡിമാൻഡാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവന്റെ വേണ്ടി ദാഗോന് ഭയങ്കര ഡിമാൻഡാണ്. അത് കേൾക്കുമ്പോൾ അവന്റെ ക്ഷേത്രത്തിലൊക്കെ ഉള്ളവർക്കൊക്കെ എന്ത് അതുകൊണ്ടാണ് ദാവീദ് പാടിയത്, ഗത്തിൽ അത് പ്രസിദ്ധമാക്കരുത്, അസ്കലോനിൽ അത് അറിയരുത്. കർത്താവിന് സ്തോത്രം. ശത്രുവിന്റെ നാട്ടിൽ അഭിഷേകം, ദൈവത്തിന്റെ ആത്മാവിന്റെ വ്യാപാരമുള്ളവന് പറ്റിയ തകർച്ചയിൽ
ആ ശൗലിന്റെ കയ്യിലെ അഭിഷേക തൈലം വീണ തലയ്ക്ക് ദാഗോന് പ്രത്യേക ആകർഷണമുണ്ട്. ഹല്ലേലൂയ. ഈ നാട്ടിലെ ഫിലദൽഫിയയിൽ ആർക്ക് പേരുദോഷം ഉണ്ടാകുന്നതിനെക്കാട്ടിലും ദാഗോന് വലിയ താല്പര്യമുള്ളത് ഒരു പെന്തിക്കോസുകാരന് പേരുദോഷം ഉണ്ടാകുന്നത്. എന്താ കാര്യം? അതുകൊണ്ട് നേട്ടം കൂടുതലുണ്ട്. പെന്തിക്കോസുകാരുണ്ടാകുന്നതിനേക്കാൾ താല്പര്യം ഒരു പാസ്റ്റർക്കുണ്ടാകുന്നത്. അതുകൊണ്ട് അതിലും വലിയ നേട്ടമുണ്ട്. ആ വിഗ്രഹ ക്ഷേത്രങ്ങളൊക്കെ സന്തോഷിക്കുക, അവരുടെ ദേവന്മാരെല്ലാം സന്തോഷിക്കുക. ഇവന്റെ ആയുധവർഗം, കാരണം ഇവന്റെ ആയുധത്തിന് എന്തുണ്ട്? അതിന് അഭിഷേകമുണ്ട്. അവന്റെ ആയുധം ദൈവത്തിന്റെ ആയുധമായിരുന്നു. അവന്റെ ആയുധം കൊണ്ട് യഹോവയുടെ യുദ്ധങ്ങളാണ് അവൻ ചെയ്തത്. ശത്രുവിന്റെ മേലുള്ള വിജയങ്ങളൊക്കെ യഹോവയുടെ വിജയങ്ങളായിരുന്നു. അവൻ ശത്രുവിനെ കീഴ്പ്പെടുത്തിയത് അവന്റെ സ്വന്തം കൈകൊണ്ടല്ല, യഹോവയുടെ കൈകൊണ്ടാണ്. അതുകൊണ്ട് അവന്റെ ആയുധത്തിന് പ്രത്യേക വിലയുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് അതിൽ വിഗ്രഹങ്ങൾക്കാണ് സന്തോഷം, ദാഗോന് സന്തോഷം, ക്ഷേത്രത്തിന് സന്തോഷം. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മൾ ആരെന്ന് നമ്മൾ എപ്പോഴും തിരിച്ചറിവുള്ളവരായിരിക്കണം. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന്റെ സന്നിധിയിൽ ചെന്നിരിക്കുമ്പോൾ, കർത്താവേ, ഞാനൊരു ബലഹീനനായ മനുഷ്യനാണെന്ന് നിരന്തരം ദൈവസന്നിധിയിൽ കുറ്റങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് തമ്പുരാന്റെ സന്നിധിയിൽ സമർപ്പിച്ച് ഏറ്റുപറഞ്ഞ് താഴ്മയോടെ കർത്താവിന്റെ സന്നിധിയിൽ പോയിരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ഈ ലോകത്തിലൂടെ പോകുമ്പോൾ ഞാനൊരു ബലഹീന മനുഷ്യനാണെന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഞാനൊരു വിശുദ്ധനാണെന്ന് പറഞ്ഞുകൊണ്ട് വേണം പോകാൻ. ഞാനൊരു വ്യത്യസ്തനാണ്, ഞാൻ പുതിയൊരു ഹൃദയമുള്ള മനുഷ്യനാണ്, എല്ലാവരിലും വ്യത്യാസം പ്രാപിച്ച ഒരു മനുഷ്യനാണ്, ദൈവം എന്നെ പ്രത്യേകം വേർതിരിച്ച ഒരു മനുഷ്യനാണ്. ഇത് പറഞ്ഞുകൊണ്ട് വേണം ഈ ഫിലദൽഫിയയിൽ കൂടെ ഒക്കെ പോകാൻ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ അടയാളം, ദൈവം നമുക്ക് തന്ന അടയാളം, അത് സൂക്ഷിച്ചുകൊണ്ട് വേണം നമ്മൾ ഇവിടെ കൂടെ എല്ലാം സഞ്ചരിക്കാൻ. എന്നാൽ അതെല്ലാമായി കഴിഞ്ഞ് ദൈവസന്നിധിയിൽ പോയിരിക്കുമ്പോൾ എന്തെല്ലാം വിജയങ്ങൾ എവിടെയെല്ലാം കിട്ടിയാലും, ഫെലിസ്തീനയുടെ മേൽ കിട്ടിയാലും, അമാലേക്കിന്റെ മേൽ കിട്ടിയാലും, വേറെ എന്തെല്ലാം സാധിച്ചെടുത്താലും ദൈവസന്നിധിയിൽ കർത്താവേ ഹല്ലേലൂയ, ഞാൻ ഏതുമില്ലെന്ന് സമ്മതിച്ചുകൊണ്ട് വേണം. കർത്താവിന് സ്തോത്രം. അബ്രഹാം ദൈവത്തോട് സംസാരിക്കുമ്പോൾ അങ്ങനെ ദൈവത്തോട് സംസാരിക്കുന്നത്, ഞാൻ കൂടിയല്ലോ, ഓ ഈ ദൈവത്തോട് സംസാരിപ്പാൻ ഞാൻ തുനിഞ്ഞല്ലോ. പൗലോസ് പറയുന്നത്, സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനായ എനിക്ക്, എഫേസ്യ ലേഖനം 3-ാം വാക്യം, സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനായ എനിക്ക്. കർത്താവിന്റെ സ്തോത്രം. കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ, ആത്മീയ ശുശ്രൂഷ ചെയ്യുമ്പോൾ, ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവിന്റെ കൃപയ്ക്ക് വേണ്ടി യാചിക്കുമ്പോൾ, നമ്മുടെ ഒന്നുമില്ലായ്മയെ സമ്മതിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നിരന്തരം അടുത്തു വരുന്നവരായിരിക്കണം. കർത്താവിന് സ്തോത്രം. എന്നാൽ ഈ ലോകത്തിലൂടെ നമ്മൾ പോകുമ്പോൾ ഞാനൊരു വ്യത്യസ്തനാണെന്ന് നിരന്തരം നമ്മളോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം. എല്ലാരും പോകുന്ന പോലെ എനിക്ക് പോകാനൊക്കത്തില്ല, എല്ലാരും പറയുന്ന പോലെ എനിക്ക് പറയാനൊക്കത്തില്ല, എല്ലാരും സഞ്ചരിക്കുന്ന പോലെ എനിക്ക് സഞ്ചരിക്കാനൊക്കത്തില്ല, എല്ലാരും നോക്കുന്ന പോലെ എനിക്ക് നോക്കാനൊക്കത്തില്ല, എല്ലാരും ഇടപെടുന്ന പോലെ എനിക്ക് ഇടപെടാനൊക്കത്തില്ല. ഇത് നിരന്തരം നമ്മൾ സംസാരിച്ചുകൊണ്ട് നമ്മോട് തന്നെ. ഒരു വിശുദ്ധന്റെ പ്രത്യേകതയാണ് അവനോട് തന്നെ സംസാരിക്കും. വേദപുസ്തകത്തിലെ സങ്കീർത്തനങ്ങളിലെ ഒരുപാടുണ്ട്. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ മനമേ, എന്റെ മനസ്സേ, എന്നെ ജോസേ, നീ ദൈവത്തെ സ്തുതിക്കുക. ഞാൻ എന്നോട് തന്നെ പറയണം, ഞാൻ ഇവിടെ വന്നിരുന്ന് ഉറക്കം തൂങ്ങിയിരിക്കരുത്, നീ ദൈവത്തെ, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. നമ്മളെ പിള്ളേരോട് നേരത്തെ പഠിപ്പിക്കുമ്പോൾ പറയാം, ആരോട് പറഞ്ഞു? ആരോട് പറഞ്ഞു? ഞാൻ എന്നോട് പറഞ്ഞു. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ ചേട്ടന്റെ മോനിലേക്ക് പറഞ്ഞ ആ മനാമ വേദപുസ്തകത്തിലുണ്ടല്ലോ, എൻ മനാമയെന്ന് പുള്ളി പറയാ, മനാമയാണ്, ബെഹറിലെ മനാമയാണ്. കർത്താവിന് സ്തോത്രം. നമുക്ക് നമ്മോട് തന്നെ ഒത്തിരി കാര്യങ്ങൾ പറയണം. ഒരു ദൈവവൈദ്യൻ ഇതിന് വല്ലപ്പോഴും മാത്രമേ പിശാചിനോട് വല്ലതും പറയാൻ പോകണം.
ചില മനുഷ്യർ ഒരുപാട് പിശാചിനോട് പറയുന്നവരാ, ഓടാ നീ നേരത്തില്ല യേശുവിനെ ഇങ്ങനൊന്നും പറയേണ്ട കാര്യമൊന്നും നമുക്കില്ല. നമ്മൾ വല്ലപ്പോഴും മാത്രം പറയേണ്ട ഒരു കാര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഒരുപാട് സംസാരിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. ദൈവം അങ്ങനെ സംസാരിക്കാറില്ല, ദൈവഭക്തന്മാരും അങ്ങനെ സംസാരിക്കാറില്ല. നമുക്ക് പിശാച് കേൾക്കുമ്പോഴൊരു സാധാരണ വലിയ ഉണർവൊക്കെ ഉണ്ടാകുന്നത്, നിന്റെ പോരുകൾ എന്നൊക്കെ പറയുമ്പോഴാണ് എല്ലാവർക്കും വലിയ ഉണർവ് ഉണ്ടാകുന്നത്. 3-ാം നൂറ്റാണ്ട് ജീവിച്ചൊരു ഭക്തനായ മനുഷ്യനെ രാത്രി ഒരു വലിയ സ്വപ്നം കണ്ടുകൊണ്ട് എഴുന്നേറ്റ് നോക്കിയപ്പോൾ പിശാച് അവിടെ നിൽക്കുന്നു. അപ്പൊ പുള്ളി പറഞ്ഞു, ആഹാ പിശാച് നീയാണോ, എന്നാ ഞങ്ങൾ ഉറങ്ങാന്ന്. നമുക്കാണല്ലോ കുറെ നാളത്തേക്ക് ഇനി ഞാൻ ഉറങ്ങുന്നില്ല, പിശാച് നീ ഇവിടെ നിൽക്കുവാന്നോ, എന്നാ ഞാനിനി, കാരണം എനിക്ക് ഏറ്റവും പേടി നിന്നെയാണ്. കർത്താവിന്റെ സ്തോത്രം. അല്ലല്ലോ ദൈവമക്കൾക്കല്ല, ദൈവമക്കൾ ഞാൻ നിന്നെയാണ്, എനിക്ക് നീ വിഷയമല്ല, നീ എനിക്ക് വിഷയമല്ല. കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ മനുഷ്യന്റെ തലയ്ക്ക് വേണ്ടി എന്തുമാത്രം ഈ പൈശാചിക ശക്തികൾ ആഗ്രഹിച്ചു. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, അവരുടെ ദേശം മുഴുവൻ സെലിബ്രേറ്റ് ചെയ്യുകയാണ് ഒരു വിശുദ്ധൻ വീണത്. അതുകൊണ്ട് ഈ ലോകത്തിൽ ആര് സെലിബ്രേറ്റ്, അവരെല്ലാം അതിന്റെ ദാവന്റെ കൂട്ടിലാണ് വിശുദ്ധൻ വീഴുമ്പോൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. അവന്റെ ഫിലിസ്ത്യ ദേശത്തെ ശൗലിനോട് ചെയ്തൊക്കെ ഗിലെയാദിലെ യബേശ് നിവാസികളിൽ അവനോട് സ്നേഹം കാണിച്ചു, അവനൊരു അടക്കം കൊടുത്തു. എന്നാൽ അതിന്റെ 13-ാം വാക്യത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം ഉറപ്പിച്ചു പറഞ്ഞത്. ഇങ്ങനെ ശൗൽ യഹോവയോട് ചെയ്ത അതിക്രമം ഹേതുവായും യഹോവയുടെ വചനം പ്രമാണിക്കായാലും വെളിച്ചപ്പാടത്തിയോട് അരുളപ്പാട് ചോദിച്ചതിനാലും മരിക്കേണ്ടി വന്നു. കർത്താവിന്റെ സ്തോത്രം. ഈ ദൈവത്തെ കുറിച്ച് പറഞ്ഞേക്കാണ്, ഈ ദൈവം എല്ലാവരോടും ന്യായമായിട്ട് ചെയ്യുന്ന ഒരു ദൈവമാണ്. ഓരോരുത്തരോടും അന്യായം ചെയ്യത്തില്ല. എല്ലാവരോടും ദൈവം പ്രവർത്തിക്കുന്നതിന്റെ കാര്യകാരണ സഹിതം അത് മുഴുവൻ ഈ ദൈവം വ്യക്തമായിട്ട് പറഞ്ഞിട്ടേ ദൈവം ചെയ്യാറുള്ളൂ. സോ ശൗലിനെ കുറിച്ച് ദൈവം പറയുന്നു, നിന്റെ കാരണങ്ങളുടെ ഒരു സംക്ഷിപ്തം. ഹല്ലേലൂയ. നിന്റെ തകർച്ചയുടെ കാരണം എന്ത്? യഹോവയോട് ചെയ്ത അതിക്രമം. ആ മുടിയപുത്രൻ വരുമ്പോ പറയുന്നു, അപ്പാ ഞാൻ എല്ലാ പാപവും ഞാൻ അപ്പനോടല്ല ചെയ്തത്, ഒന്നാമത് സ്വർഗത്തോടാണ്. യഹോവയോട് ചെയ്ത അതിക്രമം, യഹോവയോട് ചെയ്ത അതിക്രമം, യഹോവയുടെ വചനം പ്രമാണിക്കായാൽ. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശൗലിനോട് പറഞ്ഞ കാര്യമാണ്, നീ യുദ്ധം ചെയ്യുകയാണെങ്കിൽ, നീ ദേശം ഭരിക്കുകയാണെങ്കിൽ, നീ ജഡ്ജിയായിട്ടിരുന്നോണ്ട് ഇസ്രായേലിനെ ന്യായം വിധിക്കുകയാണെങ്കിലും, നീ നിന്റെ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും ഇതിനകത്തിലെല്ലാം നിനക്ക് ഒറ്റ കാര്യമേ നിനക്ക് നോക്കാനുള്ളൂ. എന്ത്? നിന്റെ ദൈവത്തിന്റെ വചനം പ്രമാണിക്കും. നീ ന്യായവിസ്താരം നടത്തുമ്പോൾ വചനപ്രകാരം വേണം നീ ന്യായവിസ്താരം നടത്താൻ. നീ യുദ്ധത്തിന് പോകുമ്പോൾ വചനപ്രകാരം വേണം നീ യുദ്ധത്തിന് പോകാൻ. നീ രാജ്യം ഭരിക്കുമ്പോൾ നീ വചനപ്രകാരം വേണം രാജ്യം ഭരിക്കാൻ. ഹല്ലേലൂയ. ഇപ്പോൾ മോശയെ പോലെയോ യോശുവയെ പോലെയോ 120 വയസ്സൊന്നും ഇല്ല ശൗലിന്. അവൻ നല്ല ആരോഗ്യമുള്ളവനാണ്, അവന് ആഗ്രഹമുണ്ട്. അവന്റെ തോൾ ഇപ്പോഴും എല്ലാരും നിൽക്കുമ്പോഴും അവന്റെ തോള് തലയ്ക്ക് വീഴുള്ള അവന്റെ തോള് തന്നെ നിൽപ്പുണ്ട്. അവന്റെ ആയുധവർക്കുമുണ്ട്. ഇവന്റെ കയ്യിൽ നേരത്തെ ഉള്ളതെല്ലാം ഇപ്പോഴും ഉണ്ട്. പക്ഷെ ഒറ്റ കാര്യമേ ഉള്ളൂ, യഹോവ അവനെ സ്തോത്രം. അവനെക്കാട്ടി ഒരു കൊച്ചു ചെറുക്കനാണ് പിന്നെ അടുത്ത് കയറി വരുന്നത്. അവന്റെ തോളിന് ഒത്തിരി താഴെയുള്ള അവന്റെ തലപോലും. സ്തോത്രം. എന്നാൽ അവന് വരുമ്പോഴേ അവൻ ഒരു കാര്യവും പറഞ്ഞിട്ടാ വരുന്നത്. ഹല്ലേലൂയ. എന്നെ വിളിച്ചു, ഞാൻ 18 വയസ്സ് പോലെ പോലും ജീവിച്ചിരിക്കേണ്ടവരല്ലായിരുന്നു. എന്റെ അപ്പനും അമ്മയ്ക്കും എന്റെ എല്ലു പോലും കിട്ടത്തില്ലായിരുന്നു. അല്ലേ? യെസ്, എന്റെ എല്ലു പോലും കുഴിച്ചിടാൻ എന്റെ അപ്പനും അമ്മയ്ക്കും കിട്ടത്തില്ലായിരുന്നു. അപ്പോൾ ഇന്ന് എനിക്ക് ശ്വാസം ഉണ്ടെങ്കിൽ അതിന്റെ ഒറ്റ കാരണം ദൈവത്തിന്റെ ആത്മാവ് എന്റെ മേൽ ചെറുപ്പത്തിലേ വന്നതാണ്. ഞാൻ ജീവിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവ് എന്റെ മേൽ വന്നതാണ്. എനിക്ക് ജീവിതത്തിൽ എന്തെങ്കിലും നേട്ടമുണ്ടായത് അതെല്ലാം ദൈവത്തിന്റെ ആത്മാവ്. അതുകൊണ്ട് അത്
അവന് നിരന്തരം പറയുന്നു. ഈ പെട്ടകത്തിന്റെ മുമ്പാകെ റോഡിലൂടെ തുള്ളുവഴി ചാടുകയും ചെയ്യുമ്പോഴും അവന്റെ ഭാര്യയോടും അത് തന്നെ അവിടെ പറയാനുണ്ട്. നീ രാജാവിന്റെ മോളാണെന്ന് നിനക്ക് പറയാം, പക്ഷെ എന്റെ സ്ഥിതി അതല്ല. കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ ജീവിതത്തിന്റെ എല്ലാ സമയങ്ങളിലും അവൻ താണവനാണെന്ന് സമ്മതിച്ചു. എന്നാൽ ഒരിക്കൽ അവനും ഉയർന്നു. അവനത് സൂക്ഷിക്കാൻ കഴിഞ്ഞില്ല. കർത്താവിന് സ്തോത്രം. അവിടെ അവന് വലിയ പരാജയം പറ്റി. ഒരു പരാജയം പറ്റിയിട്ട് ലോകത്തിലെ ഏത് മനുഷ്യനും അതങ്ങ് മറച്ചു വെക്കാൻ മതി. ഈ വേദപുസ്തകം അത് എടുത്തെടുത്തെടുത്ത് പറഞ്ഞു, അതിലൊഴികെ. അതങ്ങ് അങ്ങനെ അങ്ങ് അതങ്ങ് വിട്ടുകളഞ്ഞിക്കരുത്. ഇല്ല, എപ്പോഴും പറഞ്ഞു അതിലൊഴികെ എന്റെ ഹൃദയപ്രകാരം, അതിലൊഴികെ എന്റെ ഹൃദയപ്രകാരം. കർത്താവിന് സ്തോത്രം. അതൊട്ടും വിട്ടുകളയത്തില്ല ഈ ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി നാം ദൈവത്തിന്റെ മുമ്പാകെ കർത്താവിന്റെ വചനം അവൻ യഹോവയോട് അരുളപ്പാട് ചോദിക്കായികയാൽ. കർത്താവിന് സ്തോത്രം. അതിക്രമം, ട്രാൻസ്ഗ്രഷൻ, പാപം ചെയ്യുകയാൽ യഹോവയുടെ വചനം പ്രമാണിക്കായികയാൽ അവൻ വെളിച്ചപ്പാടത്തിയോട് ആലോചന ചോദിക്കയാൽ. കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് രാത്രി കർത്താവിന്റെ വചനത്തിന് മുമ്പാകെ നമ്മെ തന്നെ സമർപ്പിക്കാം. നിങ്ങളുടെയൊക്കെ മനസ്സിൽ പലരുടെയും ഓർമ്മകൾ വരുന്നുണ്ടായിരിക്കാം. അതിൽ നിന്നൊക്കെ പഠിക്കേണ്ട പാഠങ്ങൾ നമ്മൾ പഠിക്കണം. ഹല്ലേലൂയ. നമുക്കതൊരു ദൃഷ്ടാന്തമാണ്. ഹല്ലേലൂയ. നമുക്കൊരു ബുദ്ധി ഉപദേശമാണ്. നമുക്ക് വേണ്ട ഉപദേശം അതിനകത്ത് നമുക്ക് സ്വീകരിക്കാം. നാം പാർക്കുന്ന ഈ ലോകം അവരൊക്കെ പാർത്ത ലോകം തന്നെയാണ്. അവരൊക്കെ ജീവിച്ച ലോകം തന്നെയാണ്. ഭക്തന്മാര് ജയാളികളായി ജീവിച്ച ലോകത്തിൽ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്. ഭക്തന്മാര് തോറ്റുപോയ ലോകത്തിൽ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്. ഇത് രണ്ടും ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ ലോകത്തിൽ സംഭവിച്ചിട്ടുണ്ട്. തോൽക്കുന്നവർക്ക് തോൽക്കാൻ ഈ ലോകം കൊള്ളാകുന്നത് പോലെ തന്നെ ജയിക്കുന്നവർക്ക് ജയിക്കാനും ഈ ലോകം കൊള്ളാകുന്നതാണ്. വിശുദ്ധിയെ തികയ്ക്കേണ്ടവർക്ക് വിശുദ്ധിയെ തികയ്ക്കാനും ഈ ലോകം കൊള്ളാകുന്നതാണ്. പിശാചിനെ തോൽപ്പിക്കേണ്ടവർക്ക് തോൽപ്പിക്കാനും ഈ ലോകം കൊള്ളാകുന്നതാണ്. ദൈവകൃപയിൽ ശക്തരായി നിൽക്കുവാൻ ഈ ലോകം കൊള്ളാകുന്നതാണ്. ഹല്ലേലൂയ. ബുദ്ധി ഉപദേശത്തിനായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ ആത്മാവ് നമ്മോട് പറയുന്ന പല കാര്യങ്ങളുണ്ട്. വചനത്തിൽ നാം പ്രമാണിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് നമ്മെ പഠിപ്പിക്കാനുള്ള ചില കാര്യങ്ങളുണ്ട്. ശ്രദ്ധ വയ്ക്കുക. ഹല്ലേലൂയ. കരുതിക്കൊള്ളുക, ബുദ്ധി പഠിക്കുക. ഹല്ലേലൂയ. സ്വന്തം ജീവിതത്തെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത്. ഹല്ലേലൂയ. അനേകർക്ക് പറ്റിയത് അതല്ലായിരിക്കാം എനിക്ക് പറ്റുന്നത്. നമ്മുടെ അയൽക്കാരന് പറ്റിയതല്ല നമുക്ക് പറ്റുന്നത്. നമ്മുടെ കൂട്ടുകാരന് പറ്റിയതല്ല നമുക്ക് പറ്റുന്നത്. നമുക്ക് പറ്റാൻ സാധ്യതയുള്ളതിനെ കുറിച്ച് ദൈവസന്നിധിയിൽ ഇരുന്ന് ആത്മാവിനാൽ വിവേചിച്ച് തിരിച്ചറിവുള്ളവരായി ലോകത്തിൽ ജീവിക്കാൻ കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഒരു വിശുദ്ധൻ അവന്റെ പരാജയത്തിന്റെ ഇടങ്ങളെ കുറിച്ച് ദൈവസന്നിധിയിൽ ഇരുന്ന് ധ്യാനിച്ച് ബോധമുണ്ടാകുന്നവനാണവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. തന്റെ ബലഹീനതകളെ കുറിച്ച് ഞാൻ പ്രശംസിക്കുന്നു എങ്കിൽ എന്റെ ബലഹീനതകളെ കുറിച്ച് പ്രശംസിക്കും. ഹല്ലേലൂയ. നമ്മെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണ് നമ്മുടെ പരാജയങ്ങളെ. ഹല്ലേലൂയ. തെന്നിപ്പോകുന്ന ഇടങ്ങളിൽ നടക്കാൻ ആഗ്രഹിക്കാതെ തെന്നിപ്പോകുന്ന ഇടങ്ങളെ തിരിച്ചറിവുള്ളവരായിരിക്കാൻ. ഹല്ലേലൂയ. ഇടറിപ്പോകുന്ന അവസ്ഥകളെ കുറിച്ച് ബോധമുള്ളവരായിരിക്കാൻ, ഇടറാൻ സാധ്യതയുള്ളിടത്തു നിന്ന് വിട്ടുനിൽക്കുവാൻ, കുഴയാൻ സാധ്യതയുള്ളിടത്തു നിന്ന് മാറി നിൽക്കുവാൻ, കുഴയാതെ നമ്മെ നിർത്തുവാൻ കഴിവുള്ളവന്റെ ശക്തിയിൽ മുന്നോട്ട് പോകുവാൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ കാര്യങ്ങൾ നമ്മെ ഇതിനായി ഏൽപ്പിച്ചു.